നമ്മുടെ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യന് മാനസികമായി സന്തോഷം ഉണ്ടാക്കുന്നത്. ഒന്ന്, രുചിയുള്ള ആഹാരം കഴിക്കുമ്പോൾ സൈക്കോളജിക്കലി നമുക്ക് ഒരു ഉന്മേഷം ഉണ്ടാവുകയാണ്. രാജാവ് തുള്ളി, ഭൃത്യൻ തുള്ളി, രാജാവും ഭൃത്യനും ഒരുമിച്ച് തുള്ളി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഇവിടുത്തെ മലയാളി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊരു ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ. അപ്പോൾ ഞാൻ ഗീ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കസ്റ്റാർഡ് ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു പാർക്കിലാണ് നമ്മളെല്ലാവരും മീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും തിരക്കിലാണ്. ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. സവോള നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സ്പൈസസ് ഒക്കെ ഒന്ന് ചതച്ചിട്ടിട്ട് അത് നന്നായി വഴറ്റും. പിന്നെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിലേക്ക് അരി ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡിയായി. ഞാൻ ഫുൾ റെസിപ്പി ഒന്നും പറയുന്നില്ല. കസ്റ്റാർഡ് പിന്നെ തലേന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ സെറ്റാക്കി ഞങ്ങൾ നേരെ പാർക്കിലേക്ക് വിട്ടു. ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു പാർക്ക് തന്നെയാണ്. മേ ബി എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഓണൊക്കെ സെലിബ്രേറ്റ് ചെയ്തത് ഈ ഒരു പാർക്കിൽ തന്നെയാണ്. ഇപ്രാവശ്യം കുറച്ചധികം മലയാളി ഫ്രണ്ട്സിനെ കൂടി പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ പോട്ട്ലക്ക് പാർട്ടിയാണ്. ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പുറത്ത് ഫ്രൂട്ട്സ്, ഉപ്പിലിട്ട മാങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ കസ്റ്റാർഡ് ഉണ്ട്, പിന്നെ മാർബിൾ കേക്ക് ഉണ്ട്. അപ്പോൾ ഒരു ഡെസേർട്ടൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് വെജ് ഐറ്റംസ് ആണ്. പനീർ ഉണ്ടായിരുന്നു, കുറുമ ഉണ്ട്, ഇടിയപ്പം ഉണ്ട്. പിന്നെയൊക്കെ നോൺ വെജ് ഐറ്റംസ് ആയിരുന്നു. മട്ടൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ നാൻ ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ്, ഗീ റൈസ്, പിന്നെ കപ്പ, ചമ്മന്തി, ഫിഷ് കറി, ഇതൊക്കെയായിരുന്നു മെയിൻ കോഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഇനി സ്റ്റാർട്ടറായിട്ട് പറയുകയാണെങ്കിൽ വെട്ട് കേക്ക്, പിന്നെ കോണ്ടർ ആയിട്ട് ഉണ്ടായിരുന്നു, പിന്നെ മുട്ട പഫ്സ്, ചിക്കൻ സ്ലൈഡേഴ്സ്, പ്രോൺ റോസ്റ്റ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഇത് ഇവരുടെ സംസ്കാരമാണ്. ഇവരിതെല്ലാം കഴിക്കും. ഇവര് കഴിക്കാത്ത സാധനങ്ങൾ പറഞ്ഞാൽ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇവര് പറഞ്ഞത് 4 കാലുള്ള എല്ലാത്തിനും ഇവര് കഴിക്കും. ഒരു സാധനം ഒഴിച്ച്, ടേബിൾ ഒഴിച്ച് ബാക്കി എല്ലാം കഴിക്കുന്ന പറഞ്ഞു. ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അധികം സമയം കളയാണ്ട് ഞങ്ങളെല്ലാം കഴിച്ചു തുടങ്ങി. ഇവിടെ പാർക്കിൽ തന്നെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത് കൂടാതെ ഞങ്ങൾ കുറച്ച് ടേബിളും ചെയറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പല പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിച്ചു, വർത്താനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ കുറേ ആൾക്കാരായിട്ട് ഇവിടെ ബയോണിൽ തന്നെ ഒരുപാട് മല്ലൂസ് ഉണ്ട്. നമ്മളിപ്പോഴാണ് കുറേ പേരെ പരിചയപ്പെട്ട് വരുന്നത്. അപ്പം അതിനുള്ള ചാൻസും കൂടി ആയിരുന്നു ഈ ഒരു മീറ്റപ്പ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. അത് പെട്ടെന്ന് പ്ലാൻ ചെയ്താണ് കേട്ടോ. ഇവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് റീലൊക്കെ എടുക്കുന്ന ആദ്യമായിട്ടാണ്. നമ്മൾ ആക്ച്വലി കുറച്ച് ഗെയിമൊക്കെ കളിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ വെതർ കുറച്ച് തണവായിരുന്നു. നമ്മൾ സമ്മർ ആവുമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം തണവുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് വിചാരിച്ച പോലെ ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഒരു റീലൊക്കെ എടുത്തിട്ട് പിരിയാമെന്ന് വിചാരിച്ചു. ഇവര് കുടുംബപരമായി ഡാൻസേഴ്സ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ പാട്ട് ഏതാന്ന് മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ലൈൻ അവർ കളിച്ചിട്ട് സെക്കൻഡ് ലൈൻ ഞങ്ങൾ, പിന്നെ അഗെയിൻ അടുത്ത ലൈൻ അവർ, പിന്നെ ഫോർത്ത് ലൈൻ ഞങ്ങൾ. അങ്ങനെയാണ് കളിക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ സ്റ്റെപ്സ് ഒന്നും പറ്റില്ല. അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് തപ്പി കണ്ടുപിടിച്ചതാണ് ഈ ഒരു സ്റ്റെപ്സ്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറക്കിയോ? ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമുക്കിന്ന് പോണ്ടേ? ആരും പേടിക്കണ്ട. ഒന്നി പഠിച്ച 3 മാറ്. ഞാൻ പറഞ്ഞു, നമ്മൾ ഒറ്റ ടേക്കിൽ റെഡിയാക്കി തന്നെ. ക്യാമറ പോയി റെഡിയാ? ടേക്ക് നമ്പർ 32. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഒരു റീലെടുക്കൽ. നല്ല രസമായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബ്ലൂപ്പേഴ്സാണ് ഇവിടെ കൊടുത്തത്. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു പോകാൻ ടൈമായി. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മൾ കൊണ്ടുവന്ന ഫുഡൊക്കെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോ സിപ്ലോ കവറിലായിട്ട് പാക്ക് ചെയ്യുകയാണ്. എപ്പോഴും നമ്മളിങ്ങനെ പോട്ട്ലക്കൊക്കെ കഴിയുമ്പോൾ കുറച്ച് ഫുഡൊക്കെ ബാലൻസ് വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ സിപ്ലോ കവറിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യായിരുന്നു.
നമ്മളിവിടെ അന്യനാട്ടിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്കിതൊക്കെയാണ് കേട്ടോ ഒരു സന്തോഷം. ഇങ്ങനെ കൂടുക, നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിക്കുക, എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക, നമ്മുടെ ഭാഷ പറഞ്ഞിരിക്കുക, അതൊക്കെയാണ് ഒരു സന്തോഷം. അപ്പോൾ കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കൂടി പരിചയപ്പെടാൻ പറ്റി. നല്ലൊരു പോട്ടലൊക്കെ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.